Dear students, today let us discuss the section 2.6 non-measurable sets. So, നമ്മൾ മെഷറബിൾ സെറ്റ് എന്താണെന്ന് ഓൾറെഡി പഠിച്ചു അല്ലേ. ലെബേക്ക് മെഷർ എന്താണെന്നറിയാം, നമുക്ക് ഔട്ടർ മെഷർ എന്താണെന്നറിയാം. ക്യാപിറ്റൽ എം സ്റ്റാർ ആണ് ഔട്ടർ മെഷർ ഡിനോട്ട് ചെയ്യുന്നത്, സ്മോൾ എം എന്ന് പറയുന്നത് ലെബേക്ക് മെഷർ അല്ലേ. സോ ഫസ്റ്റ് ലെമ്മ 16. അപ്പം നോൺ മെഷറബിൾ സെറ്റ്സ് ഉണ്ടോ എന്നുള്ളൊരു അതിൻ്റെ എക്സിസ്റ്റൻസ് ഉണ്ടോ അല്ലേ. ഇത് മെഷറബിൾ സെറ്റിൻ്റെ ഡെഫിനേഷനൊക്കെ നമുക്കറിയാം. അപ്പം മെഷറബിൾ അല്ലാത്ത സെറ്റുകളുണ്ടോ എന്നുള്ള ഒരു അന്വേഷണത്തിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു സെക്ഷൻ അല്ലേ. ഇനി ഒരു കാര്യം കൂടി നമുക്കറിയാം, ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ മെഷർ 0 ആണെങ്കിൽ അത് മെഷറബിൾ ആണ് എന്നറിയാം അല്ലേ. തിരിച്ചറിയില്ല അല്ലേ. നോൺ മെഷറബിൾ സെറ്റിൻ്റെ കേസിൽ അത് 0 ആണോ, എന്തായിരിക്കും അതിൻ്റെ വാല്യൂ എന്നൊന്നും നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരു ലെമ്മ 16 എന്താണെന്ന് നോക്കാം. ലെറ്റ് ക്യാപിറ്റൽ ഇ ബി എ ബൗണ്ടഡ് മെഷറബിൾ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. സോ ഈ ബൗണ്ടഡ് ആണ്, മെഷറബിൾ ആണ്. സപ്പോസ് there is a bounded countably infinite set of real numbers capital lambda for which the collection of translates of e collection lambda plus e lambda belongs to lambda is disjoint, then measure of e equal to 0. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്, ഒരു ബൗണ്ടഡ് മെഷറബിൾ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈ ഉണ്ടെങ്കിൽ നമ്മൾ സപ്പോസ് ചെയ്തു, ആൻഡ് കളക്ഷൻ ലാംഡ പ്ലസ് ഇ ലാംഡ ബിലോങ്സ് ടു ഇ ഡിസ്ജോയിൻ്റ് ആവുന്ന തരത്തിൽ ഒരു കൗണ്ടബിളി ഇൻഫൈനൈറ്റ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ലാംഡ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഇയുടെ മെഷർ 0 ആയിരിക്കും. അതാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. സോ ഫോർ ദാറ്റ് വി ഹാവ് ഇ ആസ് എ ബൗണ്ടഡ് മെഷറബിൾ സെറ്റ്. സോ ഈ ബൗണ്ടഡ് ആണെങ്കിൽ ഔട്ടർ മെഷർ ട്രാൻസ്ലേഷൻ ഇൻവേരിയൻ്റ് ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു. മെഷറബിൾ സെറ്റിൻ്റെ കേസിൽ ഔട്ടർ മെഷറിൻ്റെ റെസ്ട്രിക്ഷനാണ് ലെബേക്ക് മെഷർ എന്ന് പഠിച്ചു അല്ലേ. അതായത് മെഷറബിൾ സെറ്റ്സിൻ്റെ കേസിൽ ലെബേക്ക് മെഷർ ട്രാൻസ്ലേഷൻ ഇൻവേരിയൻ്റ് ആണെന്നറിയാം അല്ലേ. അപ്പോൾ ഈ മെഷറബിൾ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലാംഡ പ്ലസ് ഇയും മെഷറബിൾ ആണ്. ഫോർ ഈച്ച് സ്മോൾ ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ. സോ വി ആർ ഗിവൺ എ ഡിസ്ജോയിൻറ്റ് കളക്ഷൻ ഓഫ് ലാംഡ പ്ലസ് ഇ ലാംഡ ബിലോങ്സ് ടു ലാംഡ. അപ്പോൾ ഓൾറെഡി ഈ മെഷറബിൾ ആയതുകൊണ്ട് ലാംഡ പ്ലസ് ഇ ഓരോ ലാംഡ പ്ലസ് ഇ മെഷറബിൾ ആണ്. അപ്പോൾ നമുക്കിത് ഡിസ്ജോയിൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഒരു ഡിസ്ജോയിൻറ്റ് കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡിസ്ജോയിൻറ്റ് കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റിൻ്റെ കേസിൽ ലെബേക്ക് മെഷർ എന്താണ്, അഡിറ്റീവ് ആണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ അതിൻ്റെ അഡിറ്റീവ് പ്രോപ്പർട്ടി, അതായത് കൗണ്ടബിൾ അഡിറ്റിവിറ്റി ഓഫ് ലെബേക്ക് മെഷർ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. Measure of union lambda belongs to lambda, lambda plus e is equal to the outer measure disjoint ആണെങ്കിൽ യൂണിയൻ എ ഐ എന്നോ അല്ലെങ്കിൽ ഇ ഐ is equal to സിഗ്മ മെഷർ ഓഫ് ഇ ഐ അല്ലേ. ഇ ഐ എന്ന് പറയുന്നത് ഡിസ്ജോയിൻറ്റ് മെഷറബിൾ സെറ്റ്സ് ആണെങ്കിൽ നമ്മൾ അഡിറ്റിവിറ്റി ഓഫ് ലെബേക്ക് മെഷർ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ അവിടെ അത് അപ്ലൈ ചെയ്തു. സോ സിഗ്മ ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ, മെഷർ ഓഫ് ലാംഡ പ്ലസ് ഇ എന്ന് കിട്ടി. ഇനി ഈ ഓൾറെഡി ബൗണ്ടഡ് ആണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്, ക്യാപിറ്റൽ ലാംഡയും ബൗണ്ടഡ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ദിസ് സെറ്റ് ലാംഡ പ്ലസ് ഇ എന്ന് പറയുന്നത് ഓൾറെഡി ബൗണ്ടഡ് ആയിരിക്കും. ബൗണ്ടഡ് ആണെങ്കിൽ അതിൻ്റെ മെഷർ എന്തായിരിക്കും, ഫൈനൈറ്റ് മെഷറാണ്. അപ്പോൾ ഈ ഇക്വേഷൻ 1ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡിൽ കേട്ടോ. ഇനി റൈറ്റ് സൈഡ് എന്താണെന്ന് നോക്കാം. ഈ ലാംഡ ബിലോങ്സ് ടു ലാംഡ, മെഷർ ഓഫ് ലാംഡ പ്ലസ് ഇയുടെ കേസ് എന്താ വരിക നോക്കാം അല്ലേ. മെഷർ ഓഫ് ലാംഡ പ്ലസ് ഇ ഇസ് നത്തിങ് ബട്ട് മെഷർ ഓഫ് ഇ, റൈറ്റ്. അപ്പം മെഷർ ഓഫ് ഇ എന്ന് പറയുമ്പോൾ ഇതിൽ ഓരോ ടേമും എന്താണ്, മെഷർ ഓഫ് ഇ ആണ്. മെഷർ ഓഫ് ഇ എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ്, അതൊരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണെങ്കിൽ എന്ത് വരും, ഇൻഫൈനൈറ്റ് ആവില്ല അല്ലേ, കാരണം ഇവിടെ ഫൈനൈറ്റ് ആയതുകൊണ്ട്. പക്ഷേ ഇത് ഇൻഫൈനൈറ്റ്ലി മീൻസ് കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആണ് അല്ലേ. ക്യാപിറ്റൽ ലാംഡ എന്ന് പറയുന്നത് കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആണ്. കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആയതുകൊണ്ട് കുറേ ഇൻഫൈനൈറ്റ് ടേംസിൻ്റെ സമ്മ് ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആവണമെങ്കിൽ ആകെ എന്ത് മാത്രമേ സാധ്യതയുള്ളൂ, ഈ വാല്യൂ എന്തായിരിക്കണം, 0 ആയിരിക്കണം. അതായത് മെഷർ ഓഫ് ലാംഡ പ്ലസ് ഇ 0 ആയിരിക്കണം. അതായത് മെഷർ ഓഫ് ലാംഡ പ്ലസ് ഇ എന്ന് പറയുന്നത് എന്താണ്, മെഷർ ഓഫ് ഇ ആണ്. അതായത് അത് 0 ആയിരിക്കണം. അപ്പോൾ നമ്മളത് പ്രൂവ് ചെയ്തു. ഓക്കെ, ദെൻ റാഷണലി ഇക്വിവാലൻറ്റ്. അവിടെ തന്നെ ഉണ്ടല്ലേ റാഷണലി. അപ്പോൾ റാഷണൽ നമ്പേഴ്സായിട്ട് കണക്ട് ചെയ്തൊരു കാര്യമാണ്.
ഫോർ എനി നോൺ എംപ്റ്റി സെറ്റ് ക്യാപിറ്റൽ ഇ ഓഫ് റിയൽ നമ്പേഴ്സ്. ഇപ്പോൾ നമുക്ക് എന്തുണ്ട്, ഈ മെഷറബിൾ ഒന്നും പറഞ്ഞിട്ടില്ല, റിയൽ നമ്പേഴ്സിൻ്റെ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് അല്ലേ, നോൺ എംപ്റ്റി സെറ്റ് ഇ ഓഫ് റിയൽ നമ്പേഴ്സ്. വി ഡിഫൈൻ 2 പോയിൻറ്റ്സ് ഇൻ ഇ. അപ്പോൾ ഈത്തെ 2 ഇലമെൻറ്റ്സ്, ഇപ്പോൾ ഇ എന്ന് പറയുന്നത് 1 2 3 4 5 ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പയ്യും ഇയും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു സെറ്റാണ് ഇ എങ്കിൽ ഇതിലെ ഇയുടെ 2 ഇലമെൻറ്റ്സിന് അല്ലെ, വി ഡിഫൈൻ 2 പോയിൻറ്റ്സ് ഓഫ് ഇ ടു ബി റാഷണലി ഇക്വിവാലൻറ്റ് പ്രൊവൈഡഡ് ദ ഡിഫറൻസ് ബിലോങ്സ് ടു ക്യൂ. അപ്പോൾ ഇതിൽ 2ഉം 3ഉം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 2ൻ്റെ ഡിഫറൻസ് 1 ആണ് അല്ലേ, അതായത് റാഷണൽ നമ്പറാണ്. ഇതൊരു 1/4 ആണെന്ന് വിചാരിക്കുക. 3ഉം 1/4ഉം തമ്മിലുള്ള ഡിഫറൻസ് എഗൈൻ അതും ഒരു റാഷണൽ നമ്പറാണ്. 5ഉം പയ്യും തമ്മിലുള്ളത് റാഷണൽ ആവണമെന്നില്ല അല്ലേ. അപ്പോൾ ഈ 2 ഇലമെൻറ്റ്സ്, ഇപ്പോൾ ഇവിടെ 2ഉം 3ഉം റാഷണലി ഇക്വാലൻ്റ് ആണെന്ന് പറയാം, 3ഉം 1/4ഉം റാഷണലി ഇക്വാലൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള, അതായത് 2 നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് റാഷണൽ നമ്പർ ആണെങ്കിൽ ആ 2 നമ്പേഴ്സിനെ നമ്മൾ റാഷണലി ഇക്വാലൻ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഒരു റിലേഷൻ ഉണ്ട് അല്ലേ, ഒരു സെറ്റിലെ കുറേ ഇലമെൻറ്റ്സ് തമ്മിൽ ഒരു റിലേഷൻ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. അതായത് റാഷണലി ഇക്വാലൻ്റ് എന്ന് പറഞ്ഞുള്ള ഒരു റിലേഷൻ എടുത്തു. അത് ഇക്വാലൻസ് റിലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. ഇറ്റ്സ് ക്ലിയർലി ഇന്ന് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതൊരു കോൺഗ്രൻസ് റിലേഷൻ ആവും. നമ്മളതിനെ റാഷണൽ ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയുന്നു, പക്ഷേ അതിന് മുമ്പ് നമ്മളിത് കോൺഗ്രൻസ് റിലേഷൻ ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അല്ലേ, സോറി ഇക്വാലൻ്റ് റിലേഷൻ ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ ഇക്വാലൻസ് റിലേഷൻ ആവണമെങ്കിൽ എന്തായിരിക്കണം, ഇക്വാലൻസ് റിലേഷൻ ആവണമെങ്കിൽ അത് റിഫ്ലെക്സീവ്, സിമ്മട്രി, ട്രാൻസിറ്റീവ് 3 ശരിയായിരിക്കണം, ശരിയല്ലേ. ഓക്കെ, അപ്പോൾ ഇക്വാലൻസ് റിലേഷൻ ആവാൻ ഏതൊക്കെ കണ്ടീഷൻസാണ് വേണ്ടത്? റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമ്മട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നമ്പർ അതിനോട് തന്നെ റിഫ്ലെക്സീവ് മീൻസ് റിലേഷൻ ഉണ്ടാവണം അല്ലേ. നമ്മുടെ റാഷണലി ഇക്വാലൻ്റ് ആണ്. റാഷണൽ ഇക്വാലൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, 2 എണ്ണത്തിൻ്റെ ഡിഫറൻസ്, 2 നമ്പേഴ്സ് റാഷണലി ഇക്വാലൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് റാഷണൽ ആവണം അല്ലേ. ഒരേ ഒരു നമ്പർ, ആ സെയിം നമ്പറിൻ്റെ തന്നെ ഡിഫറൻസ് എന്താ വരിക, ഒരു നമ്പറിനെ അതിനോട് തന്നെ മീൻസ് സബ്ട്രാക്ട് ചെയ്ത് എന്താ വരിക, 0 എന്നാണ് വരിക അല്ലേ. 0 റാഷണൽ നമ്പറാണ്, അതായത് എവരി നമ്പർ ഈസ് റാഷണലി ഇക്വാലൻ്റ് ടു, നമ്മളിങ്ങനെ റിലേഷൻ കൊടുക്കുകയാണെങ്കിൽ റാഷണലി ഇക്വാലൻ്റ് ടു ദാറ്റ് number itself, that is it is reflexive. Now suppose that A is rationally equivalent to B. A is rationally equivalent to B means A minus B belongs to Q. A minus B belongs to Q implies it's B minus A also. B minus A എന്ന് പറഞ്ഞാൽ A minus B ഒരു R എന്നുള്ള നമ്പർ ആണെങ്കിൽ B minus A minus R എന്നേ വരുള്ളൂ അല്ലേ. It always belongs to Q. That is it is symmetric. ഇനി ട്രാൻസിറ്റീവ് പ്രൂവ് ചെയ്യാൻ എന്താ, A related to B, B related to C. then A related to C implies it is transitive എന്നാണ് അല്ലേ. അപ്പോൾ A ബിയോട് rationally equivalent ആണ്, അത് A minus B belongs to Q. and suppose that B is rationally equivalent to C, that is B minus C belongs to Q. hence the difference എന്താ വരിക, A minus C belongs to Q എന്ന് വരും അല്ലേ. that is it is reflexive. so we have a equivalence relation now, that is rationally equivalence relation. okay, so അത് വെച്ച് നമ്മളൊരു ചോയ്സ് സെറ്റ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എന്താ ചോയ്സ് സെറ്റ് നോക്കാം അല്ലേ. ഫോർ എ റാഷണൽ ഇക്വാലൻസ് റിലേഷൻ, അപ്പോൾ നമുക്കൊരു സെറ്റ് ഇ ഉണ്ട്. ആ സെറ്റ് ഇയിൽ 2 നമ്പേഴ്സ്, അതിൻ്റെ ഡിഫറൻസ് റാഷണൽ നമ്പർ ആണെങ്കിൽ റാഷണൽ ഇക്വാലൻ്റ് എന്ന് പറഞ്ഞ റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ റിലേഷൻ റാഷണൽ ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് അറിയാം. അങ്ങനെ റാഷണൽ ഇക്വാലൻസ് റിലേഷനുള്ള ഒരു സെറ്റാണ് ഇ അല്ലേ. There is a disjoint decomposition of E into collection of equivalent classes. അപ്പോൾ ഒരു ഇക്വാലൻസ് റിലേഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ ഇക്വാലൻറ്റ് ക്ലാസ്സസ് ഉണ്ടാവും, ഡിസ്ജോയിൻറ്റ് ഇക്വാലൻറ്റ് ക്ലാസ്സസ് ഉണ്ടാവും. അപ്പോൾ ഈനെ നമുക്ക് അങ്ങനെ ഡിക്കമ്പോസിഷൻ ചെയ്യാം അല്ലേ. ബൈ എ ചോയ്സ് സെറ്റ് ഫോർ ദ റാഷണൽ ഇക്വാലൻസ് റിലേഷൻ ഓഫ് ഇ വി മീൻ, അപ്പോൾ അവിടുത്തെ ചോയ്സ് സെറ്റ് കൊണ്ട് എന്താ മീൻ ചെയ്യണത്, ഈ സെറ്റ് സി ഇ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ചോയ്സ് സെറ്റ് ഓൺ ഇ എന്ന് ഡിനോട്ട് ചെയ്യാൻ സി ഇ എന്ന് എഴുതി, കൺസിസ്റ്റിംഗ് ഓഫ് എക്സാക്ട്ലി 1 member ഓഫ് ഈച്ച് ഇക്വാലൻസ് ക്ലാസ്. അപ്പോൾ ഇക്വാലൻസ് റിലേഷൻ ആണെങ്കിൽ നമുക്കതിൻ്റെ ഇതനുസരിച്ച് ഡിസ്ജോയിൻറ്റ് ഇക്വാലൻറ്റ് ക്ലാസ്സസ് ആയിട്ട് ഡിനോട്ട് ചെയ്യാം. സി ഇയിൽ എന്തായിരിക്കണം, അങ്ങനെ ഒരു ഇക്വാലൻറ്റ് ക്ലാസ്, കുറേ ഇക്വാലൻറ്റ് ക്ലാസ്സസ് ഉണ്ടാവും അല്ലേ, ഒരു ഇക്വാലൻറ്റ് ക്ലാസ്സിൻ്റെ ഒരു മെമ്പർ മാത്രമേ സി ഇയിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതായത് അതിൻ്റെ ഒരു ക്യാരക്ടറൈസേഷൻ ആകുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഡിഫറൻസ് ഓഫ് 2 points ഇൻ സി ഇ, അപ്പോൾ സി ഇയിലെ പോയിൻറ്റ്സ് എങ്ങനെയാണ്,
ഇക്വിവാലൻറ്റ് ക്ലാസ്സിൽ ഡിഫറെൻറ്റ് ഇലമെൻറ്റ്സ് ആണ് കേട്ടോ. ഈസ് നോട്ട് റാഷണൽ, ഈസ് നോട്ട് റാഷണൽ. അപ്പോൾ സി ഇത്തെ 2 പോയിൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് എന്താവാൻ പാടില്ല, റാഷണൽ ആവാൻ പാടില്ല. ഇത് സി ഇത്തെ ഏത് 2 എലമെൻറ്റ്സ് എടുത്താലും അത് റാഷണലി ഇക്വിവാലൻ്റ് ആവില്ല. ദാറ്റ് ഈസ് ലാംഡ പ്ലസ് സി ഇ, ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ ഈസ് ഡിസ്ജോയിൻറ്റ് ഫോർ എ വെരി ലാംഡ ബിലോങ്സ് ടു ക്യൂ. ആ വാല്യൂ ഒന്ന് നോക്കിയേ. ലാംഡ ബിലോങ്സ് ടു ക്യൂ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു സ്മോൾ ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ ആണെങ്കിൽ ലാംഡ ഒരു റാഷണലാണ്. അപ്പോൾ ഒരു 1/2 പോലെയുള്ളൊരു റാഷണലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇലമെൻറ്റ്സ് ഇപ്പോൾ ഒരു 1/2 പ്ലസ് സി ഇ അല്ലെങ്കിൽ ഒരു 1/3 പ്ലസ് സി ഇ എന്നൊക്കെയുള്ള ഇലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അത് ഡിസ്ജോയിൻ്റ് ആണ്. ഈ പ്രോപ്പർട്ടി നമുക്ക് അടുത്ത തിയറത്തിലേക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഓക്കെ, ചോയ്സ് സെറ്റിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് കളക്ഷൻ ലാംഡ പ്ലസ് സി ഇ, ലാംഡ ബിലോങ്സ് ടു ഇ ഈസ് ഡിസ്ജോയിൻറ്റ്. റീസൺ എന്തുകൊണ്ടാണ്, നമ്മൾ എടുത്തിട്ടുള്ള കൺസ്ട്രക്ഷൻ അങ്ങനെയാണ്. ഇക്വിവാലൻസ് റിലേഷനിൽ നിന്ന് എക്സാക്ട്ലി 1 മെമ്പറിനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ആൻഡ് സി ഇത്തെ ഏത് 2 എലമെൻറ്റ്സ് എടുത്താലും അതിൻ്റെ ഡിഫറൻസ് നോട്ട് റാഷണൽ നമ്പർ ആവാൻ പാടില്ല. ഓക്കെ, now for each point x belongs to E, there is a point C in CE such that x equal to C plus CQ. അല്ലെങ്കിൽ വേറെ തരത്തിൽ പറയാം, ഇവിടെ Q റാഷണൽ ആണ് കേട്ടോ. അപ്പോൾ ഈത്തെ ഏത് ഇലമെൻറ്റ് എടുത്താലും ആ ചോയ്സ് സെറ്റിൽ സിയിലത്തെ ഒരു ഇലമെൻറ്റ് സി എക്സിസ്റ്റ് ചെയ്യണം. സച്ച് ദാറ്റ് ദർ ഡിഫറൻസ് അല്ലേ എക്സ് മൈനസ് സി എന്തായിരിക്കണം, റാഷണൽ ആവണം. അതാണ് ചോയ്സ് സെറ്റിൻ്റെ 2 ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഇനി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം പറയാം. ഇത് എക്സസൈസിലുള്ളതാണ്. ഈ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഷോ ദാറ്റ് ദ റാഷണൽ ഇക്വിവാലൻസ് ഡിഫൈൻസ് ആൻ ഇക്വിവാലൻസ് റിലേഷൻ ഓൺ എനി സെറ്റ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ, റിഫ്ലെക്സീവ് ആണ്, സിമ്മട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്തില്ലേ. അതായത് ഇക്വിവാലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ് ആദ്യത്തെ പ്രോബ്ലം. രണ്ടാമത്തെ എക്സ്പ്ലിസിറ്റ്ലി ഫൈൻഡ് എ ചോയ്സ് സെറ്റ് ഫോർ ദ റാഷണൽ ഇക്വിവാലൻസ് റിലേഷൻ ഓൺ ക്യൂ. ക്യൂവിലെ ഒരു റാഷണൽ ഇക്വിവാലൻസ് റിലേഷന് ഒരു ചോയ്സ് സെറ്റ് കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചോയ്സ് സെറ്റിൻ്റെ പ്രത്യേകത എന്താണ്, അതിൽ ഏത് 2 എലമെൻ്റ് എടുത്താലും ഡിഫറൻസ് എന്താവാൻ പാടില്ല, റാഷണൽ ആവാൻ പാടില്ല. അപ്പോൾ ഇതിൽ ചോയ്സ് സെറ്റിൽ 2 എലമെൻ്റ് ഉണ്ടാവുമോ, കാരണം ക്യൂയുടെ സബ്സെറ്റായിട്ടാണ് വരുന്നത് അല്ലേ. ക്യൂയുടെ ഏത് 2 എലമെൻ്റ് എടുത്താലും അതിൻ്റെ ഡിഫറൻസ് എന്താണ്, റാഷണലാണ്. അപ്പോൾ സിംഗിൾട്ടൺ ഇലമെൻറ്റ്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ അതിനകത്ത് ഒരു ഇലമെൻറ്റേ ഉള്ളൂ അല്ലേ. അപ്പോൾ 2 എലമെൻറ്റ്സിൻ്റെ ഡിഫറൻസ് റാഷണൽ എന്നുള്ള കേസ് വരില്ല. ഇനി ഇക്വിവാലൻസ് റിലേഷൻ്റെ എക്സാക്ട്ലി 1 എന്നുള്ള ഇലമെൻറ്റും ട്രൂ ആണ്. പിന്നെ മൂന്നാമത്തെ കേസ് എന്താണ്, ക്യൂത്തെ അതായത് ഈത്തെ ഏത് ഇലമെൻറ്റ് എടുത്താലും സി ഈത്തെ ഒരു ഇലമെൻറ്റ് സി ഉണ്ടാവും സച്ച് ദാറ്റ് അവരുടെ ഡിഫറൻസ് റാഷണൽ എന്നല്ലേ, അതും കറക്റ്റാണ് അല്ലേ. ഏത് റാഷണൽ നമ്പർ എടുത്താലും ക്യൂത്തെ എന്ത് ഇലമെൻറ്റ് എടുത്താലും ഡിഫറൻസ് എന്തായിരിക്കും, അത് റാഷണൽ നമ്പറാണ്. അപ്പോൾ ഇതൊരു ചോയ്സ് സെറ്റാണ് കേട്ടോ. ഇനി ഒരു അസൈൻമെൻറ്റ് പോലെ കൊടുത്തിട്ടുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഇതും എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ 2 numbers ടു ബി ഇറാഷണൽ. ഇത് ഇവർ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. 2 numbers ടു ബി നമ്മൾ റാഷണലി ഇക്വാലൻ്റ് ഇപ്പോൾ ഡിഫൈൻ ചെയ്തില്ലേ, അതുപോലെ ഒരെണ്ണം ഡിഫൈൻ ചെയ്യാണ്. ഇറാഷണലി ഇക്വാലൻ്റ് എന്ന് പറഞ്ഞാൽ 2 numbers ഇറാഷണലി ഇക്വാലൻ്റ് പ്രൊവൈഡഡ് ദ ഡിഫറൻസ് ഈസ് ഇറാഷണൽ ഓർ 0. അപ്പോൾ ദേ √2 - π അങ്ങനെ വേണമെന്നില്ല, 2 + √2 അല്ലെങ്കിൽ 2 - √2 അല്ലേ. ഈ 2 നമ്പേഴ്സൊക്കെ അപ്പോൾ എന്താണ്, ഇപ്പോൾ ഇറാഷണലി ഇക്വാലൻ്റ് അല്ലെങ്കിൽ നോക്കിയേ 2 - 2 അതിൻ്റെ ഡിഫറൻസ് എന്താ, 0 ആണ്. അപ്പോൾ ഇറാഷണലോ 0 ആണെങ്കിൽ അതിന് ഇറാഷണലി ഇക്വാലൻ്റ് എന്ന് പറയും. ഇത് ഇക്വിവാലൻസ് റിലേഷൻ ആണോ എന്നാണ് ആദ്യത്തെ ചോദ്യം. ഇക്വിവാലൻസ് റിലേഷൻ ആവോ, ഓരോന്ന് നോക്കുക. 6 റിയൽ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ സിമ്മട്രിക് ആണോ നോക്കുക, നിങ്ങൾക്ക് റിഫ്ലെക്സീവ് ആണോ നോക്കുക, സിമ്മട്രിക് ആണോ നോക്കുക, ട്രാൻസിറ്റീവ് ആണോ നോക്കുക. ട്രാൻസിറ്റീവ് ആവാൻ സാധ്യതയില്ല എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കാം. 2 + √2 അതേപോലെ ഒരു 2 - √2 അങ്ങനെ എന്തെങ്കിലും കാണിക്കാം. ഈ 2 + √2 എന്ന് പറയുന്നത് 2 - √2 ആണ് അല്ലേ. അപ്പോൾ ഇത് ഇറാഷണൽ ആയതുകൊണ്ട് 2ഉം √2ഉം ഇറാഷണലി ഇക്വാലൻ്റ് ആണ്. ഇനി 2 - √2 എന്ന് പറയുന്നതും ഇത് ഇറാഷണലി ഇക്വാലൻ്റ് ആണ്. ഇതിൻ്റെ ഡിഫറൻസ് എന്താ വരിക, ഇതിൻ്റെ ഡിഫറൻസ് അല്ലെങ്കിൽ 2 - √2 അല്ലെങ്കിൽ 3 - √2 - 2 - √2 ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് എന്താ വരിക, റാഷണൽ നമ്പറാണ് വരിക. അതായത് അത് ട്രാൻസിറ്റീവ് ആവണം എന്നില്ല. നിങ്ങളൊന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ.
വീണ്ടും ചോദിച്ചിട്ടുണ്ട് ഇത് റിലേഷൻ ഈസ് ദിസ് ആൻ ഇക്വിവാലൻസ് റിലേഷൻ ക്യൂ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ശരിയാവോ? ക്യൂത്തെ എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് ഇറാഷണൽ അല്ലെങ്കിൽ 0 ആവാൻ സാധ്യതയുണ്ട് അല്ലേ? ഇറാഷണൽ ആവില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു 2 - 2 വരാം, 1/2 - 1/2 വരാം. അങ്ങനെയാണെങ്കിൽ ഇത് ഇക്വിവാലൻസ് റിലേഷൻ ആവോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള റിസൾട്ടാണ്. അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ചോയ്സ് സെറ്റിൽ പറഞ്ഞില്ല ആദ്യത്തെ കേസ്. അത് നമുക്ക് ഇവിടെ അടുത്ത തിയറം വിറ്റാലിസ് തിയറത്തിലെ പ്രൂവ് ചെയ്യാൻ ആവശ്യമുള്ളത് കൊണ്ട് അവിടെ കീപ്പ് ചെയ്തേ ഉള്ളൂ കേട്ടോ. നമുക്ക് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. Any set E of real numbers with a positive outer measure contains a subset that fails to be measurable. നമ്മുടെ സെക്ഷൻ തന്നെ നോൺ മെഷറബിൾ സെറ്റ് ആയിരുന്നു അല്ലേ? അപ്പോൾ നോൺ മെഷറബിൾ സെറ്റ് ഉണ്ടോ എന്നുള്ളൊരു സംശയത്തിലാണ് നമ്മളിപ്പോൾ ഈ സെക്ഷനിൽ നിൽക്കണേ, ശരിയല്ലേ? അപ്പോൾ തീരം പറയുന്നത് എന്താണ്? എനി സെറ്റ് ഇ ഓഫ് റിയൽ നമ്പേഴ്സ് വിത്ത് പോസിറ്റീവ് മെഷർ ഔട്ടർ മെഷർ, പോസിറ്റീവ് ഔട്ടർ മെഷറുള്ള ഏത് സെറ്റ് എടുത്താലും മെഷറബിൾ അല്ലാത്ത ഒരു സബ്സെറ്റ് അതിനുണ്ടാവും അല്ലേ? മെഷറബിൾ അല്ലാത്ത ഒരു സബ്സെറ്റ് അതിനകത്ത് ഉണ്ടാവും. അതാണ് തിയറം പറയുന്നത്. അപ്പോൾ അവിടെ നോൺ മെഷറബിൾ സെറ്റ്സ് എക്സിസ്റ്റ് ചെയ്യാം അല്ലേ? ഈ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോയ്സ് സെറ്റൊക്കെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ചോയ്സ് സെറ്റാണ് ഈ നോൺ മെഷറബിൾ സെറ്റ് എന്നാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് തിയറത്തിൽ. ഓക്കെ, ഇനി ബൈ ദ കൗണ്ടബിൾ സബ് അഡിറ്റിവിറ്റി ഓഫ് ഔട്ടർ മെഷർ വി മേ സപ്പോസ് ഇ ഈസ് ബൗണ്ടഡ്. ഇതെങ്ങനെയാണ് വരിക? ഒറ്റ ലൈനിൽ അവർ പറഞ്ഞിട്ടുണ്ട് കൗണ്ടബിൾ സബ് അഡിറ്റിവിറ്റി ഓഫ് ഔട്ടർ മെഷർ വി മേ സപ്പോസ് ഇ ഈസ് ബൗണ്ടഡ്. ഇ എന്ന് പറയുന്നത് പോസിറ്റീവ് ഔട്ടർ മെഷറാണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കൗണ്ടബിൾ സബ് അഡിറ്റിവിറ്റി ഔട്ടർ മെഷർ ആണല്ലേ, അല്ല ബിഗ് മെഷർ ഒന്നുമല്ല. അപ്പോൾ കൗണ്ടബിൾ സബ് അഡിറ്റിവിറ്റി അനുസരിച്ച് ഈ ബൗണ്ടഡ് ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുക? ഇങ്ങനൊരു സെറ്റ് എടുക്കുക. ഈ ഇൻ്റർസെക്ഷൻ -n to n എന്ന് പറയുന്ന ഒരു സെറ്റ് കൺസിഡർ ചെയ്ത് നോക്കുക. n എന്ന് പറയുന്നത് നമുക്ക് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എടുക്കാം. n ബിലോങ്സ് ടു n എന്ന് പറയുന്നത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈയുടെ സബ്സെറ്റാണ് അല്ലേ? ഇനി ഇങ്ങനെയുള്ള ഇലമെൻസിൻ്റെ യൂണിയനായിട്ട്, അതായത് n ബിലോങ്സ് ടു n, ഈ ഇൻ്റർസെക്ഷൻ -n to n എന്നുള്ള ഇലമെൻസിൻ്റെ യൂണിയനായിട്ട് നമുക്ക് ക്യാപിറ്റൽ ഇനെ കൺസ്ട്രക്ട് ചെയ്യാം, ശരിയല്ലേ? പിന്നെ ഓരോ വാല്യൂസും വരുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഇനെ കൺസ്ട്രക്ട് ചെയ്യാം. ഇനി ഇവിടെയാണ് നമ്മൾ സബ് അഡിറ്റിവിറ്റി യൂസ് ചെയ്യുന്നത്. അതായത് എന്നോട് എഴുതാം. അതായത് ഇപ്പം മെഷർ ഓഫ് നമ്മൾ പറഞ്ഞത് എന്താണ്? യൂണിയൻ ഈ ഇൻ്റർസെക്ഷൻ -n to n എന്നുള്ള സെറ്റുകളിൽ അല്ലേ, n ബിലോങ്സ് ടു n എന്നുള്ളതിനെ നമുക്ക് ഇ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. സോ മെഷർ ഓഫ് ഇ എന്ന് പറയുന്നത് മെഷർ ഓഫ് യൂണിയൻ n ബിലോങ്സ് ടു n ഈ ഇൻ്റർസെക്ഷൻ -n to n എന്ന് വരും അല്ലേ? സോ സബ് അഡിറ്റിവിറ്റി അനുസരിച്ച് സബ് അഡിറ്റിവിറ്റി ഓഫ് ഔട്ടർ മെഷർ അനുസരിച്ച് എന്ത് പറയാം? ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ഓഫ് ഈ ഇൻ്റർസെക്ഷൻ -n to n എന്ന് പറയാം. ഓക്കെ, ഇനി ഇങ്ങനെയുള്ള എല്ലാ ടേമിൻ്റെയും മെഷർ 0 ആണെങ്കിൽ എന്താ സംഭവിക്കുക? അത് ഈ ഇൻ്റർസെക്ഷൻ -1 to 1, ഇൻ്റർസെക്ഷൻ -2 to 2, അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും മെഷർ 0 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് m ഓഫ് ഈ 0 ആവും. പക്ഷേ m ഓഫ് ഈ 0 ആവില്ല, കാരണം അത് പോസിറ്റീവ് ഔട്ടർ മെഷറാണ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അതായത് അറ്റ്ലീസ്റ്റ് ഒരു എന്നെങ്കിലും എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് മെഷർ ഓഫ് ഈ ഇൻ്റർസെക്ഷൻ -n to n ക്ലോസ്ഡ് ആക്കാൻ വേണ്ടി നമുക്ക് ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ബൗണ്ടഡ് ആണ്. നമുക്ക് ഇതിനെ ഈ ആയിട്ട് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം അല്ലേ? ഇത്രയും ലാർജസ്റ്റ് എലമെൻറ്റ്. സോ ഇ എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു? കൗണ്ടബിൾ സബ് അഡിറ്റിവിറ്റി ഓഫ് ഔട്ടർ മെഷർ അനുസരിച്ച് ഈ ബൗണ്ടഡ് ആണ്. ഇ എന്ന് പറയുന്നത് പോസിറ്റീവ് ഔട്ടർ മെഷറാണ്, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, ഇനി അപ്പോൾ അതിനകത്തൊരു ചോയ്സ് സെറ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു റാഷണൽ ഇക്വിവാലൻറ്റ് റിലേഷൻ വേണം അല്ലേ? ഇക്വിവാലൻറ്റ് റിലേഷൻ വേണം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള CE എന്ന് പറയുന്നതാണ് ചോയ്സ് സെറ്റ്. CE ആണ് ഇയുടെ മെഷറബിൾ അല്ലാത്ത സബ്സെറ്റ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പല പ്രൂഫും ചെയ്യുക കോൺട്രഡിക്ഷൻ അനുസരിച്ചിട്ടാണ് അല്ലേ? അപ്പോൾ നമുക്കത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് CE മെഷറബിൾ ആണെന്ന് അസ്യൂം ചെയ്തു. എന്നിട്ടൊരു കോൺട്രഡിക്ഷനിലേക്ക് എത്തിയാൽ മതി അല്ലേ? അപ്പോൾ CE മെഷറബിൾ ആണ് നമ്മൾ അസ്യൂം ചെയ്തു കേട്ടോ. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് CE മെഷറബിൾ അല്ല എന്നാണ്. ഇനി തൊട്ട് മുമ്പുള്ള തിയറം നേരത്തെ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഒരു മെഷറബിൾ സബ്സെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ
അല്ലേ? ഒരു കൗണ്ടബിളി ഇൻഫൈനൈറ്റ് സെറ്റ് സച്ച് ദാറ്റ് കളക്ഷൻ ഇ പ്ലസ് ലാംഡ ലാംഡ ബിലോങ്സ് ടു, ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ലാംഡ പ്ലസ് ഇ ലാംഡ ബിലോങ്സ് ടു ലാംഡ ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ മെഷർ ഓഫ് ഇ 0 എന്നാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ലാംഡ നോട്ട്, ഒരു ബൗണ്ടഡ് കൗണ്ടബിളി ഇൻഫൈനൈറ്റ് സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സിനെ ലാംഡ നോട്ടായിട്ട് എടുത്തു. സി ഇ എന്ന് പറയുന്നത് എന്താണ്? മെഷറബിൾ ആണ്. ഓക്കെ, ഇനി ദ കളക്ഷൻ ഓഫ് ട്രാൻസ്ലേറ്റ്സ് ഓഫ് സി ഇ ബൈ മെമ്പേഴ്സ് ഓഫ് ലാംഡ നോട്ട് ഈസ് ഡിസ്ജോയിൻറ്റ്. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞത്? നമ്മൾ സി ഇയുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യൂവിൻ്റെ ഏത് സബ്സെറ്റ് എടുത്താലും ലാംഡ പ്ലസ് സി ഇ ലാംഡ ബിലോങ്സ് ടു ലാംഡ ഈസ് ഡിസ്ജോയിൻ്റ് ആണെന്ന് പറഞ്ഞു. ഇവിടെ ലാംഡ നോട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ക്യൂവിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ ഇൻ പെർട്ടിക്കുലർ നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? കളക്ഷൻ ലാംഡ പ്ലസ് സി ഇ ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ നോട്ട് ഡിസ്ജോയിൻ്റ് ആണെന്ന് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. എന്തനുസരിച്ച്? സി ഇയുടെ ചോയ്സ് സെറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അനുസരിച്ച്. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത് എന്താണ്? സി ഇ എന്ന് പറയുന്നത് മെഷറബിൾ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. സി ഇ മെഷറബിൾ ആണെങ്കിൽ ലാംഡ പ്ലസ് സി ഇ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും? മെഷറബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ ഈ കളക്ഷൻ എന്താണ്? മെഷറബിൾ സെറ്റ് ഓഫ് ഡിസ്ജോയിൻറ്റ് മെഷറബിൾ സെറ്റ്സ് ആണ് അല്ലേ? തൊട്ട് മുമ്പത്തെ തിയറം പറയുന്നത് എന്താണ്? ഇങ്ങനെ ഒരു ബൗണ്ടഡ് സെറ്റിനകത്ത് ഇങ്ങനെയൊരു ഡിസ്ജോയിൻറ്റ് സെറ്റ് ഉണ്ടെങ്കിൽ അല്ലേ, ഡിസ്ജോയിൻറ്റ് കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ്സ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും മെഷർ ഓഫ് സി ഇ 0 ആവും അല്ലേ? അവിടെ നമ്മൾ ഇ ആയിരുന്നു, ഇവിടെ സി ഇ ആയതുകൊണ്ട് മെഷർ ഓഫ് സി ഇ 0 ആവും. ഓക്കെ, അപ്പോൾ ആ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് മെഷർ ഓഫ് സി ഇന്ന് 0 കിട്ടിയിട്ടോ. ഇതിനെ വേണമെങ്കിൽ ഇക്വേഷൻ 1 എന്നൊക്കെ മാർക്ക് ചെയ്യാൻ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ ഇവിടെ ഡിസ്ജോയിൻ്റ് കിട്ടിയിട്ടുള്ളത് അല്ലേ, എം എന്ന് പറയുന്നത് ഔട്ടർ മെഷർ ആയിക്കോട്ടെ, പക്ഷേ ഇവിടെ എന്തിലാണ്? മെഷറബിൾ സെറ്റ്സിലാണുള്ളത്. അപ്പോൾ മെഷറബിൾ ആണ് ഔട്ടർ മെഷറും ലബേക്ക് മെഷറും. അതായത് ഔട്ടർ മെഷറിൻ്റെ റെസ്ട്രിക്ഷനാണ് ലബേക്ക് മെഷർ. ലബേക്ക് മെഷർ എന്താണ്? കൗണ്ടബിളി അഡിറ്റീവ് ആണ്. എവിടെയാണ്? ഡിസ്ജോയിൻറ്റ് സെറ്റ്സിലായതുകൊണ്ട്. അപ്പോൾ എം ഓഫ് യൂണിയൻ ലാംഡ ബിലോങ്സ് ടു ലാംഡ നോട്ട് ലാംഡ പ്ലസ് സി ഈസ് ഈക്വൽ ടു സിഗ്മ ലാംഡ ബിലോങ്സ് ടു ലാംഡ നോട്ട് മെഷർ ഓഫ് സി ഇല്ലേ? കൗണ്ടബിൾ അഡിറ്റിവിറ്റി നമ്മളോട് യൂസ് ചെയ്തു. ഇപ്പോൾ എന്താ കിട്ടിയേ? എം ഓഫ് ലാംഡ പ്ലസ് സി ഇ എന്നാണ് കിട്ടിയത്. ഇതെന്താണെന്ന് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞേ? ട്രാൻസ്ലേഷൻ ഇൻവേരിയൻ്റ് ആയതുകൊണ്ട് എം ഓഫ് സി ഇ എന്ന് പറഞ്ഞു. എം ഓഫ് സി ഇ നമുക്ക് എന്തെന്നാണ് കിട്ടിയത്? 0 എന്നാണ് കിട്ടിയത്. അതായത് മെഷർ ഓഫ് യൂണിയൻ ലാംഡ ബിലോങ്സ് ടു ലാംഡ നോട്ട് ലാംഡ പ്ലസ് സി ഇ ഇസ് ഈക്വൽ ടു 0 എന്ന് ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മെഷർ ഓഫ് സി ഇ 0 എന്ന് കിട്ടി. അതിൽ നിന്ന് നമുക്ക് അടുത്തൊരു കണ്ടീഷനും കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കോൺട്രഡിക്ഷൻ ഇതുവരെ നമ്മൾ എത്തിയിട്ടൊന്നുമില്ല അല്ലേ? ഓക്കെ, അപ്പോൾ കോൺട്രഡിക്ഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞത് ലാംഡ എന്ന് പറയുന്നത് എനി ബൗണ്ടഡ് കൗണ്ടബിളി ഇൻഫൈനൈറ്റ് സെറ്റ് ഓഫ് റാഷണൽ നമ്പർ എന്നാണ് പറഞ്ഞത്. അത് ഏത് ബൗണ്ടഡ് കൗണ്ടബിളി ഇൻഫൈനൈറ്റ് സെറ്റ് ഓഫ് റാഷണൽ നമ്പർ എടുത്താലും നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഇത്, മീൻസ് കിട്ടുന്ന റിസൾട്ടാണ് ഇത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ വാല്യൂ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ബൗണ്ടഡ് ആണല്ലോ അല്ലേ? അപ്പോൾ -b to b എന്ന് പറയുന്ന ഒരു ഈ ബൗണ്ടഡ് ആയതുകൊണ്ട് ഇ എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് ഇൻ്റർവെല്ലിൻ്റെ സബ്സെറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ എഴുതി. ഓക്കെ, അപ്പോൾ 0 1 എന്നാണെങ്കിലും 0 1 സബ്സെറ്റ് ഓഫ് -3 to 3 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ബൗണ്ടഡ് സെറ്റ് ആണെങ്കിൽ നമുക്ക് എന്തായാലും ഇതിൻ്റെ സബ്സെറ്റായിട്ട് എഴുതാം. ഈ എന്ന് പറയുന്നത് യൂണിയൻ ആവാൻ വേണമെങ്കിൽ അല്ലേ? 0 1 യൂണിയൻ ഒരു 1 2 യൂണിയൻ 3 4 എന്നൊക്കെയാണെന്ന് വിചാരിക്കേ. ഇതിൻ്റെ യൂണിയൻ എന്താ എഴുതാം? സബ്സെറ്റ് ഓഫ് -5 to 5 എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെ ബൗണ്ടഡ് സെറ്റ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം അല്ലേ? അപ്പോൾ ഈ ബൗണ്ടഡ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ സം ഇൻ്റർവൽ -b to b. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മളൊരു ലാംഡ നോട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. ലാംഡ നോട്ട് ഇസ് ഈക്വൽ ടു -2b. ഇപ്പോൾ ഇത് -1 1 ആണെങ്കിൽ ലാംഡ നോട്ട് എന്താണ്? -2 2 2 അല്ലേ? അപ്പോൾ ഇത് -5 5 എന്നാണ് നമ്മുടെ ഈ ഇതിൻ്റെ സബ്സെറ്റ് ആണെങ്കിൽ ലാംഡ നോട്ട് -10 to 10 ഇൻ്റർസെക്ഷൻ ക്യൂ. ഇതിന് ഇൻ്റർസെക്ഷൻ ക്യൂ കൊടുക്കുന്നതിന് ഇമ്പോർട്ടൻസ് എന്താ? ലാംഡ നോട്ടുകളൊക്കെ എന്താണ്? റാഷണൽ നമ്പേഴ്സ് ആണ് അല്ലേ? കൗണ്ടബിളി ഇൻഫൈനൈറ്റ് സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ ക്യൂ ഇൻ്റർസെക്ഷൻ എന്ന് വേണം. വേറെ ഒരു ഡൗട്ട് വരാമല്ലോ നിങ്ങൾക്ക്. അതിനകത്ത് ഇൻഫൈനൈറ്റ് എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവുമോ? ഇപ്പോൾ ഒരു -10
-10, 10 ഇൻ്റർസെക്ഷൻ ക്യൂ ആണെങ്കിൽ ഇതിനകത്ത് ഇൻഫൈനൈറ്റ്ലി മെനി നമ്പേഴ്സ് ഉണ്ടാവും അല്ലേ? കാരണം എന്താ, ക്യൂ ഈസ് ഡെൻസ് ഇൻ ആർ ആണ്. ഒരു ഇൻ്റർവെല്ലിനകത്തും ഇൻഫൈനൈറ്റ്ലി മെനി റാഷണൽ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞാൽ അത് ബൗണ്ടഡ് ആയി ലാംഡ നോട്ട് ഇൻഫൈനൈറ്റ്ലി കൗണ്ടബിൾ ഒക്കെ ആയി അല്ലേ? അപ്പോൾ നമ്മുടെ അതിനുള്ള എല്ലാ കൗണ്ടബിൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? റാഷണൽ നമ്പേഴ്സ് കൗണ്ടബിൾ ആയതുകൊണ്ട്. ബൗണ്ടഡ്, കൗണ്ടബിളി, ഇൻഫൈനൈറ്റ്. ഓക്കെ, സിൻസ് ദ റാഷണൽസ് ആർ കൗണ്ടബിൾ ആൻഡ് ഡെൻസ്. നൗ നെക്സ്റ്റ് ക്ലെയിം ആണ് ഇത്. ഇ ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ. ഇങ്ങനെ ഈ ക്ലെയിം വന്നാൽ എന്താ പ്രത്യേകത വരിക? ഇങ്ങനെയാണ് ഈ ക്ലെയിം ട്രൂ ആണെങ്കിൽ അല്ലേ, ഇ ഈസ് എ സബ്സെറ്റ് ഓഫ് ദിസ് എന്ന് പറയുമ്പോൾ മെഷർ ഓഫ് ഇ ഈസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മെഷർ ഓഫ് യൂണിയൻ ലാംഡ പ്ലസ് സി ഇ എന്ന് വരും. ഇതെല്ലാം ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് ഈക്വൽ ടു സിഗ്മ മെഷർ ഓഫ് ലാംഡ പ്ലസ് സി ഇ എന്ന് വരും. ഇനി മെഷർ ഓഫ് ലാംഡ പ്ലസ് സി ഇ എന്താണ്? സിഗ്മ മെഷർ ഓഫ് സി ഇ എന്ന് വരും. മെഷർ ഓഫ് സി ഇ ഓൾറെഡി നമ്മൾ എന്താണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ യൂണിയൻ തന്നെ ഓൾറെഡി എന്താണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്? 0 ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം മെഷർ ഓഫ് ഇ 0 എന്ന് വരും. പക്ഷേ മെഷർ ഓഫ് സി എന്താ ഓൾറെഡി എടുത്തിട്ടുണ്ട്, അതൊരു പോസിറ്റീവ് ഔട്ടർ മെഷറാണ്. അപ്പം മെഷർ ഓഫ് ഇ 0 ആവാൻ പാടില്ല അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ കോൺട്രഡിക്ഷൻ വന്നു. പക്ഷെ അവിടെ കോൺട്രഡിക്ഷൻ വരണമെങ്കിൽ നമ്മുടെ ഈ ക്ലെയിമും ട്രൂ ആവണം, ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഈ എന്ന് പറയുന്നത് ഇതിൻ്റെ സബ്സെറ്റാണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇക്കകത്ത് നിന്ന് ഞാനൊരു ഇലമെൻറ്റ് എടുക്കുകയാണ്, എക്സ് ബിലോങ്സ് ടു ഇ എന്ന് ഞാൻ എടുത്തു. അതെ, എക്സ് ബിലോങ്സ് ടു ഇ. അപ്പോൾ 2 ക്യാരക്ടറിസ്റ്റിക്സ് സിയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ആദ്യത്തത് ആ കളക്ഷൻ ലാംഡ പ്ലസ് ഇ ലാംഡ ബിലോങ്സ് ടു ലാംഡനോട് ഡിസ്ജോയിൻ്റ് ആണെന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ചോയ്സ് സെറ്റിൻ്റെ വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞത് എന്തായിരുന്നു? ക്യാപിറ്റൽ ഇത്തെ ഏത് ഇലമെൻ്റ് എടുത്താലും സി ഇക്കകത്ത് ഒരു സി എക്സിസ്റ്റ് ചെയ്യും, സച്ച് ദാറ്റ് അതിൻ്റെ ഡിഫറൻസ് ക്യൂ, അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്നത് സി പ്ലസ് ക്യൂ ആണ്, ശരിയല്ലേ? അപ്പോൾ ആ ഡെഫിനിഷൻ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ദർ ഈസ് എ നമ്പർ സി ഇൻ ദ ചോയ്സ് സെറ്റ് സി ഇ ഫോർ വിച്ച് എക്സ് ഇസ് ഈക്വൽ ടു സി പ്ലസ് ക്യൂ വിത്ത് ക്യൂ റാഷണൽ. ബട്ട് എക്സ് ആൻഡ് സി ബിലോങ്സ് ടു മൈനസ് ബി ടു ബി. എക്സ് ഓൾറെഡി മൈനസ് ബി ടു ബിയിലായിരിക്കും, കാരണം എക്സ് ഇ എന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ മൈനസ് ബി ടു ബിയുടെ സബ്സെറ്റാണ്, അതുകൊണ്ട് എക്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലുണ്ട്. സി അങ്ങനെ വരുമോ? സി അങ്ങനെ വരും. കാരണം എന്തുകൊണ്ടാണ്? സി നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് തന്നെ ഇക്വാലൻസ് റിലേഷനിൽ ഇക്വാലൻറ്റ് ക്ലാസസിൻ്റെ ഓരോ ഇലമെൻറ്റ്സ് എടുത്തിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും സി എന്ന് പറയുന്നതും മൈനസ് ബി ടു ബിയിൽ വരും. ഓക്കെ, ഇനി നോക്കുക, എക്സും സിയും മൈനസ് ബി ടു ബിയിലുണ്ട് എന്നാണ് പറഞ്ഞത്. ഞാനൊരു -10 to 10 -5 to 5 എന്നൊന്ന് എഴുതി നോക്കുകയാണേ. എക്സും സിയും ഒരു മൈനസ് ബി ടു ബിയിൽ അല്ലേ? എൻ്റെ എക്സാമ്പിളായിട്ട് ഇങ്ങനെ കൊടുത്തു. ഈ എക്സ് മൈനസ് സിയുടെ ഏറ്റവും മിനിമം വാല്യൂ എന്താ വരാൻ സാധ്യതയുള്ളത്? എക്സും -5 ആവാം, സിയും -5 ആവാം. അതിൽ ഏറ്റവും ചെറിയ വാല്യൂ, അതായത് എക്സ് മൈനസ് സി എന്താവാം? -10 വരെ പോവാം. ഏറ്റവും വലുത് എന്താവാം? ഇവിടെ വരുന്നത് -5 അല്ലേ? അതായത് ഒരെണ്ണം -5 ഒരെണ്ണം 5 വരുന്നത്. മാക്സിമം എന്താവാം? രണ്ടെണ്ണത്തിൻ്റെ ഡിഫറൻസ് എന്താവാം? ആദ്യത്തേത് 5ഉം രണ്ടാമത്തത് -5 ആകുമ്പോൾ 5 + 5 10 ആവാം, ശരിയല്ലേ? അതായത് എക്സ് മൈനസ് സി എന്ന് പറയുന്നത് ക്യൂ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇലമെൻ്റ് ആവാം -2b, 2bത്തെ ഇലമെൻ്റ് ആണ്. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇലമെൻ്റ് ആണ് കേട്ടോ. ക്യൂ എന്ന് പറയുന്നത് ഓൾറെഡി എന്താണ്? റാഷണലും ആണ്. അപ്പോൾ സ്മോൾ ക്യൂ ക്യാപിറ്റൽ ക്യൂവിലും ഉണ്ട്. അപ്പോൾ സ്മോൾ ക്യൂ എന്താണ്? ലാംഡ ആവാൻ സാധ്യതയുള്ള ഒരു വാല്യൂ ആണ്. അതായത് ക്യൂ പ്ലസ് സി ഇ എന്ന് വരാൻ സാധ്യതയുള്ള ഒരു നമ്പറാണ്, ശരിയല്ലേ? അപ്പോൾ ഈ ക്യൂ പ്ലസ് സി ഇത് ഇലമെൻ്റ് ആണ് എൻ്റെ എക്സ് അല്ലേ? എക്സ് ഇ എന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്താ കിട്ടി? എനിക്ക് എക്സ് യൂണിയൻ ഉണ്ട് എന്ന് കിട്ടി, ശരിയല്ലേ? അതായത് ഇ ഇസ് എ സബ്സെറ്റ് ഓഫ് ദിസ് എന്ന് കിട്ടി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സബ്സെറ്റ് ആണെങ്കിൽ മെഷർ ഓഫ് ഇ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മെഷർ ഓഫ് ദിസ് എന്ന് വരും. ഇത് മെഷർ ഓഫ് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ മെഷർ ഓഫ് ലാംഡ പ്ലസ് സി ഇ എന്ന് വരും. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്തെന്ന്? മെഷർ ഓഫ് സി ഇ 0 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മെഷർ ഓഫ് ഇ 0 എന്ന് വരും അല്ലേ? പക്ഷേ മെഷർ ഓഫ് ഇ 0 ആവില്ല. കാരണം എന്താ? ഈസ് എ സെറ്റ് ഓഫ് പോസിറ്റീവ് ഔട്ടർ മെഷർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, so this is a contradiction. It is not a subset of a set of measure 0. This assumption, the assumption that CE is measurable, നമ്മുടെ കോൺട്രഡിക്ഷൻ വരാൻ കാരണം തന്നെ എന്തായിരുന്നു? CE മെഷറബിൾ ആണെന്ന് എടുത്തത് കൊണ്ടാണ് അല്ലേ? CE മെഷറബിൾ ആണെന്ന് എടുത്തത് കൊണ്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും മെഷർ ഓഫ് CE 0 എന്നൊക്കെ കിട്ടിയത്. അപ്പം മെഷറബിൾ എന്താവില്ല? CE 0 ആവില്ല. അതായത് ഏത് ഇ എടുത്താലും എങ്ങനെയുള്ള ഇ ആണ്?
സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് വിത്ത് പോസിറ്റീവ് ഔട്ടർ മെഷർ അതിന് ഒരു നോൺ മെഷറബിൾ ആയിട്ടുള്ളൊരു സബ്സെറ്റ് ഉണ്ടായിരിക്കും, അതായത് അതിൻ്റെ ചോയ്സ് സെറ്റ്. ഓക്കെ, നെക്സ്റ്റ് തിയറം. There are disjoint sets of real numbers a and b for which m star of a union b less than m star of a plus m star of b. നമുക്ക് ഓൾറെഡി അറിയാവുന്നൊരു റിസൾട്ട് ഉണ്ടല്ലോ, എന്താണ്? m star of a union b ലെസ് ദാൻ ഓർ ഈക്വൽ ടു m star of a plus m star of b നമുക്കറിയാം അല്ലേ? ഈ തിയറം എന്താ പറയുന്നത്? there are disjoint sets of real numbers a and b. അപ്പോൾ ഈ ഈക്വൽ ടു എന്ന കേസ് അല്ലാതെ സ്ട്രിക്ട്ലി ലെസ് ദാൻ എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യും എന്നാണ് തിയറം പറയുന്നത് അല്ലേ? കോൺട്രഡിക്ഷൻ നോക്കുകയാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ കോൺട്രഡിക്ഷൻ എന്താ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് ഉള്ളത് റിസൾട്ട്. ലെസ് ദാൻ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കോൺട്രഡിക്ഷൻ എന്താ? ഈക്വൽ ടു മാത്രമേ ഉള്ളൂ. എന്താണ് ഗ്രേറ്റർ ദാൻ എന്ന് വരാത്തതെന്ന് ചിന്തിക്കരുത് കേട്ടോ. കാരണം റിസൾട്ട് തന്നെ അങ്ങനെയാണ്, എം സ്റ്റാർ ഓഫ് എ യൂണിയൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ്. അപ്പം ലെസ് ദാൻ ഇല്ലെങ്കിൽ പിന്നെ ആകെ സാധ്യത എന്തേ ഉള്ളൂ? ഈക്വൽ ടു. അപ്പോൾ ഇതിൻ്റെ കോൺട്രഡിക്ഷൻ എന്താ വരിക? എം സ്റ്റാർ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ പ്ലസ് എം സ്റ്റാർ ഓഫ് ബി. ഇപ്പോൾ ഇവിടെ എന്താ വന്നിട്ടുള്ളത് നോക്കിയേ? കൗണ്ടബിളി അഡിറ്റീവ് എന്നുള്ള കേസാണ് വന്നിട്ടുള്ളത് അല്ലേ? സബ് അഡിറ്റിവിറ്റി അല്ല, അഡിറ്റിവിറ്റിയാണ് അല്ലേ? അത് ഫൈനൈറ്റിൻ്റെ കേസിൽ ഔട്ടർ മെഷറിൽ നമ്മൾ കൗണ്ടബിളി അഡിറ്റീവാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് എപ്പോഴായിരുന്നു? മെഷറബിൾ ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആയിരുന്ന സമയത്ത്. അപ്പോൾ ഡിസ്ജോയിൻ്റ് ആണ്, അപ്പോൾ ഇത് മെഷറബിളായി അല്ലേ? ഓട്ടോമാറ്റിക്കായിട്ട് ഇത് മെഷറബിളായി. അങ്ങനെയാണെങ്കിൽ ഏത് ഡിസ്ജോയിൻറ്റ് പെയർ ഓഫ് സെറ്റ്സ് എടുത്താലും ഇങ്ങനെ വരുമ്പോൾ അതിനൊരു പ്രശ്നം വരില്ലേ? കാരണം എന്തായിരുന്നു തൊട്ട് മുമ്പ് നമ്മൾ എന്താ പറഞ്ഞേ? ഫൈനൈറ്റ് ഔട്ടർ മെഷർ ഉള്ളതിനൊരു നോൺ മെഷറബിൾ ആയിട്ടുള്ള ഒരു സബ്സെറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അഡിറ്റിവിറ്റി വേണമെങ്കിൽ മെഷറബിൾ ആവണം. പക്ഷേ ഇതെല്ലാത്തിനും മെഷറബിൾ ആവാമെന്ന് പറഞ്ഞാൽ അതിന് പ്രോബ്ലം വരും. കാരണം എന്താണ്? അവിടെ എന്താ പറയുക, മെഷറബിൾ അല്ലാത്ത സെറ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ? ഇതാണ് ഫോർ എ വെരി ഡിസ്ജോയിൻറ്റ് പെയർ ഓഫ്. ഇത് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ബൈ വെരി ഡെഫിനിഷൻ ഓഫ് മെഷറബിൾ സെറ്റ് ആൻഡ് എവറി സെറ്റ് മസ്റ്റ് ബി മെഷറബിൾ. കാരണം മെഷറബിൾ ഡിസ്ജോയിൻറ്റ് സെറ്റ്സിൻ്റെ കേസിലാണ് ഔട്ടർ മെഷറിൽ കൗണ്ടബിൾ അഡിറ്റിവിറ്റി വരുന്നത് അല്ലേ? ദിസ് കോൺട്രഡിക്ട്സ് ദ പ്രിസീഡിങ് തിയറം. പ്രിസീഡിങ് തിയറം അനുസരിച്ചിട്ട് ഒരു ഏത് ഫൈനൈറ്റ് ഔട്ടർ മെഷർ ഉണ്ടെങ്കിലും അതിനൊരു മെഷറബിൾ അല്ലാത്ത സബ്സെറ്റ് ഉണ്ട്. പക്ഷേ ഇവിടെ പറയുന്നത് എന്താ? ഇത് ഈക്വൽ ടു ആവുകയാണെങ്കിൽ എന്തായാലും മെഷറബിൾ ആവണം. പക്ഷെ അങ്ങനെ എല്ലാം മെഷറബിൾ ആവണം നിർബന്ധമില്ല. അതുകൊണ്ട് സ്ട്രിക്ട്ലി ലെസ് ദാൻ ആവുന്ന തരത്തിൽ ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സെക്ഷൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.